ഗൈസ്, കുറേ നാളായിട്ടല്ലോ വീഡിയോ ഇട്ടിട്ട്. ഇത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ പോവാണ്. എല്ലാ വർഷവും നാട്ടിൽ പോകാറുണ്ട്, പക്ഷേ വീഡിയോ ആയിട്ട് ഇത് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലണ്ടൻ ഹീത്രൂവിൽ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെയുള്ള ഞങ്ങളുടെ യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ഒന്നും അറിയാം നിങ്ങൾക്ക്. എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് കേട്ടോ. അപ്പോൾ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഓൾമോസ്റ്റ് റെഡിയായി, കണ്ടില്ലേ? ഞാൻ കാണിച്ചു എൻ്റെ ഫുൾ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം ലഗേജുകളത് കൂടി ഇരിപ്പുണ്ട് കേട്ടോ. 25 kg ആണ് ഒരാൾക്ക്. അപ്പം എന്താ പറയുക, ഫ്ലൈറ്റിൻ്റെ ഇതൊക്കെ കുറച്ചു, എന്താ വെയിറ്റൊക്കെ കുറച്ചു. അപ്പോൾ 25 kg ആണ് കേട്ടോ. ഇല്ലേക്കുണ്ട്. പിന്നെ നമ്മുടെ 7 kg നമ്മുടെ ബാഗുണ്ട്. അപ്പം 4 മണിയാകുമ്പോൾ ഞങ്ങളെ കൂട്ടാനായിട്ട് ഡ്രൈവർ വരും. ഇനി നമുക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഹീത്രൂ ടെർമിനൽ 4 ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉള്ളത്. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് തണുക്കായിരുന്നു, ഇങ്ങനെ ഷിവർ ചെയ്യായിരുന്നു. നാട്ടിലോട്ട് പോകുന്നുണ്ട്, നാട്ടിൽ നല്ല ചൂടില്ലേ, അതുകൊണ്ട് ജാക്കറ്റും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് ഉള്ളോട്ട് പോവാം. ഹായ് ഗൈസ്, നമ്മളിങ്ങനെ ഹീത്രൂ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ കൂടെ ആരാളുള്ളത് നോക്കൂ, നോക്കൂ, മിസ്റ്റർ ഹസ്ബൻഡ്. ഹായ്. സോ ഞങ്ങൾ ഇപ്പം ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. 5:30 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞങ്ങൾ അരമണിക്കൂർ നേരത്തെയാണ്, 5 മണിക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഈ എ സോണിലാണ് ഖത്തർ എയർവേസ് ചെക്ക് ഇൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോകേണ്ടത് കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ഇതാ കടകളുണ്ട്. ഇത് കയറി വരുന്ന എൻട്രൻസ് തന്നെ ടെർമിനൽ 4. ഇതാണ് കണ്ടോ ചെക്ക് ഇൻ ചെയ്യുന്ന ഏരിയയാണ്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ചെക്കിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, വെയിറ്റൊക്കെ ഓക്കെ ആയിരുന്നു. എല്ലാം സ്മൂത്തായിട്ട് നമ്മുടെ ചെക്കിൻ കഴിഞ്ഞു. നമ്മുടെ എന്താ പറയുക, സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞു. നമ്മളകത്തോട്ട് പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാം കേട്ടോ. ഉണ്ടോ, വിശന്ന് വലഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞങ്ങളതേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഞങ്ങളുടെ ഗേറ്റ് 8 മണിക്ക് അനൗൺസ് ചെയ്യുള്ളത്. ഇവിടെ ബോട്ടിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് വന്നു. ഞാൻ അവിടെ നിന്ന് വോയിസ് ഓവർ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര എന്താ പറയുക, നോയ്സായിരുന്നു ആൾക്കാരുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ജ്യൂസ് പെപ്സി കേട്ടോ. ജ്യൂസല്ല, പെപ്സി. പിന്നെ മാർഗരീറ്റ, പിസ്സ ജോണും ഓർഡർ ചെയ്തു. ഞാനൊരു ബർഗറും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിപ്സും ഓണിയൻ ഡ്രിങ്ക്സൊക്കെ ഉണ്ടായി. നല്ല ഫുഡായിരുന്നു, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. കാരണം ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് ചിലപ്പോൾ നമുക്ക് ഫുഡ് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എയർപോർട്ടിൽ തന്നെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് വരുന്നല്ലേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഗേറ്റ് അനൗൺസ് ചെയ്തു കേട്ടോ. 6 എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഗേറ്റ്. എന്താ പറയുക, ബോർഡിങ് 8 സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ വെറുതെ അവിടെ ഇരുന്നാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് ബോർഡിങ് സ്റ്റാർട്ടായി. ഞങ്ങളിത് ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ തിരിച്ചു വരവുകളും തൻ്റെ വീട്ടിലേക്കുള്ള ഓരോ മടങ്ങി വരവുകളും ഭയങ്കര എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല വികാരങ്ങളാൽ സമ്മിശ്രമായിട്ടുള്ള ഒന്നാണ് അല്ലേ. ഓരോ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴും പിന്നെ നമ്മൾ എന്താ പറയുക, ഇനിയുള്ള നമ്മുടെ ഒരു യാത്രയ്ക്കുള്ള ഊർജ്ജമാണ് സംഭരിച്ച് വരുന്നത്. അപ്പോൾ അത്രയും ഒരു ഹാപ്പിനെസ്സാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വെക്കേഷനുകളും അല്ലെങ്കിൽ നാട്ടിലേക്കുള്ള ഓരോ തിരിച്ചു പോക്കുകളും അല്ലേ. അപ്പോൾ ഞങ്ങളിത് ഈ ഫ്ലൈറ്റിൽ കയറുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഇനി ഒരു 6.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഖത്തറിലേക്ക്. അവിടെ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതേ ഫുഡ് വന്നു. ഫുഡാണല്ലോ മീൻ, ഒരു ചിക്കൻ്റെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു, പേരും കറക്റ്റ് അറിഞ്ഞുകൂടാ. പിന്നെ മാംഗോ ജ്യൂസും പിന്നെ കുറച്ച് അല്ലറ ചിട്ട സാധനം, ഇതായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആവാമല്ലോ. അപ്പോൾ കുറച്ച് മൂവിയൊക്കെ കണ്ടിരുന്നു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി. അങ്ങനെ ഖത്തറിലെത്തി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് 7:10 ലാൻഡ് ചെയ്യണത്. ഞങ്ങൾക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 8:20 അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യണത്. അപ്പോൾ ലിറ്ററലി ഞങ്ങൾ ഓടുമായിരുന്നു ഗേറ്റിലേക്ക്. പക്ഷേ നമുക്ക് ഗേറ്റൊക്കെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അവർ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഒത്തിരി ഓടേണ്ടി വന്നുവെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഓൾറെഡി അവർ. പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഫ്ലൈറ്റിൽ കയറാനായിട്ട് പറ്റി. ഇനി നമുക്ക് കൊച്ചി കാണാം കേട്ടോ. ഓ മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ ഒരു കാഴ്ച എത്രത്തോളം പ്രഷ്യസ് ആണത് ഏതൊരു പ്രവാസിയോട് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ നാടും വീടും നമ്മുടെ ഭാഷയും സംസ്കാരവും ഒക്കെ വിട്ടിട്ട് നമ്മൾ വേറൊരു രാജ്യത്ത് പോയി താമസിച്ച് അവിടെ നിന്നുള്ള ആ ഒരു മടങ്ങി വരവ്, ആ മടങ്ങി വരുമ്പം
ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ സമയത്ത് കാണുന്നൊരു കാഴ്ചയാണിത്. ഇത് ഭയങ്കര പ്രഷ്യസാണ്. ഈ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഫീലിങ്സ് അത് എന്താണെന്ന് നമുക്ക് വിവരിക്കാൻ പറ്റില്ല, വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു ഫീലിംഗാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഇതേ ലാൻഡ് ചെയ്യണു. കൊച്ചിയെത്തി ഗേയ്സ്. അങ്ങനെ കൊച്ചിയിലെത്തി. ഒരു ഷോർട്ട് വെക്കേഷനാണ് ആക്ച്വലി, എന്നാലും ഭയങ്കര ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളിലേക്കാണ് ഇനി പോണത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസിൽ കാണാം. ബൈ ബൈ.